ഹായ് ഗൈസ്, ഒരു പുതിയ തരം പറ്റിപ്പ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇന്ന് വന്ന ഒരു മെസ്സേജാണ്. ഇന്നലെ ഒരു മെസ്സേജ് വന്നു, ഇങ്ങോട്ട് വന്ന മെസ്സേജാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെ നമ്മുടെ നമ്പർ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്കൂപ്പ് മീഡിയ പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ റിവ്യൂ കൊടുത്തിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാമെന്നാണ് അവർ എന്നോട് ആദ്യം പറഞ്ഞത്. എന്നിട്ട് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലിങ്കാണ് ഗൂഗിൾ മാപ്പിലുള്ള. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ടൊരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ എനിക്കൊരു 210 രൂപ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു രാത്രി നിങ്ങളൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, അപ്പോൾ അതിൽ കൂടുതൽ ടാസ്കുകൾ വരും, അപ്പോൾ ആ ടാസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു 210 രൂപ കിട്ടി. ഞാൻ എൻ്റെ പേരും അതുപോലെ ജോബ്, മൊബൈൽ നമ്പർ, ഗൂഗിൾ പേ നമ്പറൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു 210 രൂപ കിട്ടി. പിന്നെ അവരൊരു എനിക്കൊരു ടെലിഗ്രാമിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ 210 രൂപ എനിക്ക് കയറി, ഹാപ്പിയായി. അപ്പോൾ ഇനി അടുത്ത ചീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പ് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇത് ടെലിഗ്രാം ഗ്രൂപ്പ് എല്ലാവരും ഒരു പേഴ്സണൽ നമ്പറാണ് ടെലിഗ്രാമിലെ. അപ്പോൾ അതിലേക്ക് ഞാൻ ആ കോഡ് അയച്ചു കൊടുത്തു. ആ കോഡ് അയച്ചു കൊടുത്തിട്ട് അവർ 210 രൂപയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവർ ചെയ്തത് അന്ന് രാത്രി തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് അതിലിങ്ങനെ ഓരോ ടാസ്കുകൾ വരും. ഇതുപോലെ ടാസ്ക് 1ന് 30, ടാസ്ക് 2, 3, 4 അങ്ങനെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമുക്കിങ്ങനെ പൈസ അയച്ചു തരും. ഓരോ ടാസ്കിൻ്റെ ഒരു സെറ്റാണുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പൈസ അയച്ചു തരുന്നു പറഞ്ഞു. അപ്പോൾ ടാസ്ക് 1, 2, 3 ചെയ്തു. അപ്പോൾ ഒരു 90 റുപ്പീസ് അത് എനിക്ക് അയച്ചു തന്നു. അത് അക്കൗണ്ടിൽ ഗൂഗിൾ പേയിൽ ഒരു 90 റുപ്പീസ് കയറി. പിന്നെ ടാസ്ക് 4, 5 ചെയ്തു. പിന്നെ ടാസ്ക് 6 എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ അയച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 20% കമ്മീഷനും പിന്നെ ടാസ്കിൻ്റെ ഈ 410 കൂടിയിട്ട് മൊത്തം പൈസ നമുക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചയച്ചു തരുന്നതാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ 1000 രൂപ ഇല്ല, അപ്പം നിങ്ങൾ എനിക്കൊരു 1410 രൂപ അയച്ചാൽ ഞാൻ എൻ്റെ ടാസ്കിൻ്റെ പൈസ ആയിട്ടില്ല 410 എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നൊക്കെ അവരോട് മറുപടി അയച്ചു. പക്ഷെ അതിനൊന്നും അവർ മറുപടി തന്നിട്ടില്ല. അപ്പം ഇതിലെ ചീറ്റിങ് അങ്ങനെയാണ് വരുന്നത്. ആദ്യം നമുക്ക് ചെറിയ ചെറിയ പൈസയൊക്കെ നമുക്ക് ഇട്ടുതരും. ആദ്യം 210 കിട്ടി, പിന്നെ ഒരു 90 രൂപ കിട്ടി, അങ്ങനെ ഒരു 300 രൂപ കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 300 രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് പിന്നെ അവരുടെ മെസ്സേജുകൾക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഒരുപാട് വലിയ വലിയ തട്ടിപ്പുകളുണ്ട്. ആദ്യം 2-3 ടാസ്കിനൊക്കെ നമുക്ക് പൈസ അയച്ചു തരും. ഒരു 10-500 രൂപയുടെ ഒക്കെ താഴെ നമുക്ക് പൈസ അയച്ചു തരും. അപ്പോൾ ഇതിങ്ങനെ കിട്ടുന്ന കാണുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഇതിലേക്ക് ഇടും. പിന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇതിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഇതിൽ അഡ്മിൻ സെലക്ട് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ടീമായിട്ടായിരിക്കും നിൽക്കുന്നത്. എന്നിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് മാത്രമല്ല ഇതിൽ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ അയച്ചു തരും. ഇനിയിപ്പോൾ നമ്മളൊക്കെയാണ് അയച്ചു കൊടുത്തിച്ചെങ്കിൽ അതിൻ്റെ പൈസ റിട്ടേൺ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നിന്നിട്ട് പരാതിപ്പെടാനോ കംപ്ലൈൻറ്റ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഇത് പൈസ കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്നാണ്ട് മെസ്സേജ് ഇട്ടാലാണ് നമുക്ക് ഈ ബാക്കി ഇതിലേക്ക് ചേരാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു അവയർനെസ് ആവുന്നത്. അപ്പൊ സാധാരണ ഒരു 2-3 ടാസ്ക് ഒക്കെ ചെയ്ത് ഈ ചെറിയ പൈസയൊക്കെ കിട്ടി നിൽക്കുന്നവര് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ കാണും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ ഇടുന്നുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വിശ്വസിച്ചിട്ട് സാധാരണക്കാർ ഇതിൽ കൊണ്ടുപോയി പൈസ ഇടും. അപ്പൊ ഈ സാധാരണ ഇടുന്ന ആൾക്കാർക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാനോ മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല. ഇവരെ അഡ്മിൻ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ അഡ്മിൻ സെലക്ട് ചെയ്തത് ഇവരുടെ ഒരു ടീം തന്നെയായിരിക്കും. ഇവരൊരു ടീമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ അയക്കും. അവർ അങ്ങോട്ട് പൈസ അയക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. പിന്നെ അവർക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചു തരും. അപ്പൊ ഇവരൊരു ടീമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ അവർക്ക് പൈസ കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് നമ്മൾ ഇതിൽ പൈസ ഇടരുത്. അങ്ങനെ ഇട്ടാൽ മിക്കവാറും നമ്മുടെ പൈസ പോകാൻ ചാൻസ് ഉണ്ട്. ചിലർ കൂടുതൽ പെർസെൻറ്റേജ് കമ്മീഷൻ, ഇപ്പോൾ നമ്മളൊരു 10,000 ഒക്കെ ഇടുന്ന വെച്ചെങ്കിൽ 2,000 രൂപ, 1,00,000 ഇടുന്ന വെച്ചെങ്കിൽ 20,000 രൂപ, അങ്ങനെ ഇത്രയും വലിയ പൈസ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മൾ വലിയ എമൗണ്ട് കൊണ്ടുപോയിടും. കാരണം
ഇതിലിങ്ങനെ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഏതൊരാളും വിശ്വസിച്ചു പോകും. പൈസ കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഇതിൽ കൊണ്ടുപോയിടും. അങ്ങനെ നമ്മുടെ പൈസയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ടാസ്ക് ആയിട്ട് വന്നാൽ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്തിട്ട് 300, 500 എത്ര ചെറിയ പൈസ കിട്ടുന്ന വെച്ചെങ്കിൽ അത് പോക്കറ്റിലിട്ടിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുക, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിട്ടിരിക്കുക. അല്ലെങ്കിൽ ആ 300 വേണ്ട എന്തെങ്കിലും ബിരിയാണി ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് ചിലവാക്കുക. അല്ലാണ്ട് എക്സ്ട്രാ പൈസ അങ്ങോട്ട് കൊടുത്താണ്ട് നമ്മൾ ഒരിക്കലും ഒരു ടാസ്ക് ചെയ്യരുത്. പിന്നെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഒരിക്കലും അവർക്ക് നമ്മളെ ഇന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഗൂഗിൾ റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ ആപ്പിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റോറന്റിന്റെ ഓണേഴ്സ് ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടാവും. ജെന്യുവൻ ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഇങ്ങനെ അവർക്ക് പൈസ ഏൺ ചെയ്യാം. ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരെ ഇവരെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് അവർക്ക് പൈസ മേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈ ടാസ്ക് ചെയ്യാൻ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ 100% ഉറപ്പിച്ചോ അത് തട്ടിപ്പായിരിക്കും. ഒരിക്കലും അതിൽ ചെന്ന് വീഴരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.